ബസ് നമ്പർ 636 എറണാകുളത്തേക്ക് പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റ് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റ് എന്താണ് രാവിലെ കണ്ടില്ലല്ലോ? ഇന്ന് ലേറ്റ് ആയി പോയി. ആണോ? സൈൻ ചെയ്താ? സൈൻ ചെയ്തു. അന്ന് ഞാൻ ചെയ്തിട്ട് വരാം. ഞാൻ ചായ പറയട്ടെ. പോയിട്ടോ ഒരു ചായ കൂടെ. ചായ. ലേറ്റ് ആയല്ലേ? ഇന്ന് പുതിയ റൂട്ടാ. എനിക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. വണ്ടി പഞ്ചറായി. വീട്ടിൽ വരുന്ന കാര്യം എന്തായി? എല്ലാരും കൂടി അടുത്താഴ്ച വരാം. എന്റെ വണ്ടി വന്നു. ഞാൻ പോവാ. വൈകിട്ട് വിളിക്കാം. ശരി, വിളിക്കാം. എന്നിട്ടോ സജീവ, നിങ്ങൾക്ക് രണ്ടാർക്കൂടെ ഒരു റൂട്ട് അങ്ങ് പിടിച്ചാ പോരെ? നമ്മൾ വിചാരിച്ച പറ്റില്ലല്ലോ, അവര് തീരുമാനിക്കണ്ടേ. ഇത് എഴുതിയേക്ക്, പറ്റില്ല എഴുതിയേക്ക് കേട്ടോ. ശരി. സജീവ, ഞാൻ പോയി ബസ് എടുത്തിട്ട് വരാം. സജീവ, ചന്ദ്രിയനെ കണ്ടിട്ട് 2-3 ദിവസം ആയല്ലോ. ലീവാണെന്ന് പറഞ്ഞു. വീട്ടുകാർക്ക് നാട്ടുകാരെക്കാളും താല്പര്യം ഗൾഫുകാരോടാ. അങ്ങനെ ഒരു ആലോചന വന്നപ്പോ അവരെന്റെ ഇഷ്ടങ്ങളൊന്നും നോക്കിയില്ല. എനിക്ക് സജീവേട്ടനോട് പറയാനുള്ളൊരു സമയം പോലും അവരെനിക്ക് തന്നില്ല. തൃശ്ശൂരാ ഭർത്താവിന്റെ വീട്. ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോവാ. ഞാൻ ചോദിക്കുന്നുണ്ട് ട്രാൻസ്ഫർ. തൃശ്ശൂർക്കാ? അല്ല, അങ്ങോട്ടല്ല, വേറെ എങ്ങോട്ടെങ്കിലും. ഇവിടെ കുറച്ചുപേരെ ഫേസ് ചെയ്യാൻ ഒക്കുന്നില്ല. ചേട്ടൻ വിഷമിക്കരുതിട്ടാ. എന്നേക്കാൾ നല്ല കണ്ടക്ടറിനാ ചേട്ടനെ കിട്ടും. ചന്ദ്രു, കൊളീഗ്സിനെയൊക്കെ കണ്ടോ? പോവാം, യാത്ര പറഞ്ഞോ? ശരി, പോ. ചേട്ടാ, ഈ വണ്ടി ചോറ്റാനിക്ക് പോവോ? വീട്ടിലേക്കാ. സ്ഥലം എവിടെ കേട്ടാ? പൂത്തോട്ട. എവിടെ? രണ്ടാളല്ലേ? ബാലൻസ് ഇറങ്ങുമ്പോ തരേ. ടിക്കറ്റ് ചേട്ടാ, ഒരു ചോറ്റാനിക്കര. ചോറ്റാനിക്കരക്ക് ബസ് പോവില്ല. ചോറ്റാനിക്കരക്ക് പോവൂലേ? നിങ്ങൾ ബോർഡ് നോക്കിട്ട് കയറാൻ. അല്ല, ഞാൻ ചോദിച്ചിട്ടാണല്ലോ കയറിയത്. ആരോട് ചോദിച്ച്? അടുത്ത സ്റ്റോപ്പിൽ ഇറക്കും. ചോറ്റാനിക്കര ബസ് പുറകിൽ വരും. അങ്ങനെ കയറി ഇറങ്ങി പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് എത്രയും വേഗം ചോറ്റാനിക്കരയിൽ എത്താനുള്ളതാ. എന്ത് പറ്റി സജീവ? ചോറ്റാനിക്കരക്ക് പോകാൻ വേണ്ടി എറണാകുളം ബസ് കയറിയേക്ക്. ബോർഡൊക്കെ നോക്കി കയറണ്ടേ മോളെ? ചോദിച്ചിട്ട് എന്നെ കയറിയത്. ഇങ്ങനെ കേൾക്കാത്ത എന്റെ കുഴപ്പമില്ല. ആരോട് ചോദിച്ചെന്നാ പറയണം? എന്നെ ചോറ്റാനിക്കര വിട്ടിട്ട് പോയാ മതി. തനിക്ക് വേണ്ടി ചോറ്റാനിക്കര ഒരു വണ്ടി വിടാം. ഇത് എന്തൊരു കുഴിച്ചാണത്? കാഞ്ഞിരമറ്റത്ത് ഇറക്കാന്ന് പറ. കാഞ്ഞിരമറ്റത്ത് ഇറങ്ങി അവിടുന്ന് ചോറ്റാനിക്കര ബസ് കിട്ടും. കാഞ്ഞിരമറ്റത്തെത്തിയ ബസ് കിട്ടുമെന്ന് പറഞ്ഞാ പോരാ, കിട്ടണം എനിക്ക്. അതൊക്കെ നിങ്ങൾ നോക്കണം. വെറുതെ വലിഞ്ഞു കയറി വരും ബോർഡൊന്നും നോക്കാണ്ട്. രാവിലെ ഇറങ്ങും മനുഷ്യനെ വിട്ടിട്ട്. കാഞ്ഞിരമറ്റം ഇറങ്ങാൻ ഇറങ്ങിക്കോ. അത് ഉമ്മ, നമ്മളിപ്പോ എവിടെ എത്തി? കാഞ്ഞിരമറ്റം കഴിഞ്ഞു. കാഞ്ഞിരമറ്റം കഴിഞ്ഞോ? എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? ഡ്രൈവർ വണ്ടി നിർത്തിക്കേ.
കണ്ടക്ടറെ എടോ കാഞ്ഞിനെ മറ്റെത്തിട്ട് താനും തന്നെ വിളിക്കായിരുന്നേ. ഞാൻ വിളിക്കുകയും ചെയ്ത് വണ്ടി സ്റ്റോപ്പിൽ നിർത്തുകയും ചെയ്ത്. നിങ്ങൾ ഇറങ്ങാത്ത ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ. അടുത്ത സ്റ്റോപ്പിലോ? ആഹാ, വണ്ടി നിർത്തണം. പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കുന്നു. ഞാൻ എന്താണോ കാണിച്ചേ? അതാണ് അടുത്ത സ്റ്റോപ്പ്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ. എന്നിട്ട് വല്ല ഓട്ടോ വിളിച്ച് പോന്നു. തന്റെ അവതാരിയൊന്നും എനിക്ക് വേണ്ട. ടിക്കറ്റ് ഞാൻ ആദ്യം എവിടെ ടിക്കറ്റ് എടുത്ത് അവിടെ ഇറക്കി വിടാൻ നോക്ക്. എടോ അതാണ് അടുത്ത സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിക്കോ. വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു. കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ടാ. ഓ ഇത് ബസ്സാണ്, അല്ലാണ്ട് സ്കൂളൊന്നുമല്ല. ആളിറങ്ങാണ്ട്. ആ ഇന്ന് വേഗം ഇറങ്ങിയോ. ഓ ഞാൻ പൊക്കോളാം. തനിക്ക് ഞാൻ കാണിച്ചു തരാടോ. എന്താ വെച്ചാ കാണിക്ക്. ഓ ശരി. പോവാ. സാർ. എടോ സജീവ, ഈ കുട്ടിക്ക് എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് തനിക്ക് അറിയത്തില്ലായിരുന്നോ? ഞങ്ങൾ പറഞ്ഞതാണ് ഇവർ ഇറങ്ങേണ്ട സ്ഥലം എവിടെയെന്നുള്ളത്. ഇവരിറങ്ങാത്ത ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. ചോറ്റാനിക്കരയ്ക്ക് പോകണ്ട ഇവരെ എന്തിനാ താൻ എറണാകുളം ബസ്സിൽ കയറ്റി? സാർ ഞാനാരും വിളിച്ചു കയറ്റിട്ടില്ല. പിന്നെ ബോർഡും വെച്ചിട്ടുണ്ട്. അത് നോക്കാതെ ഇവരല്ലേ വന്ന് കയറിയത്. എന്റെ പൊന്ന് സാറ്, റൂട്ട് ചോദിച്ച സമയത്ത് ഇങ്ങനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇയാൾ ഒറ്റൊരാൾ കാരണം എന്റെ എത്ര സമയം പോയെന്ന് സാറിന് അറിയോ? സാർ ബസ്സിൽ കയറുന്ന ഒരാളത്ത് എന്തിനാണ് പോകുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത്. ഇവരിറങ്ങേണ്ട സ്ഥലത്ത് ഇവരിറങ്ങണ്ടല്ലേ. കയറുന്ന എല്ലാത്തും ചോദിക്കാൻ പറ്റും എന്താ കാര്യമൊന്നും. ഈ കുട്ടിയുടെ കാര്യത്തിൽ കാര്യമുണ്ട്. എടോ പ്രായം ചെന്നൊരു രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള മരുന്നെത്തിക്കാൻ ഇവർ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ അപ്രീഷിയേറ്റ് യു. ഇതുപോലെയൊക്കെയുള്ള പെൺകുട്ടികളെ ഇപ്പൊ കാണാൻ കിട്ടുമോ? താൻ തന്റെ ജോലി ശ്രദ്ധയോടെ ചെയ്തിരുന്നെങ്കിൽ ഈ കുട്ടി ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. എന്റെ സാർ, ഇയാൾക്ക് സ്ത്രീകളുടെ അടുത്ത് പെരുമാറാൻ അറിയില്ല. ഇയാളെയൊക്കെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. എന്നെ പിരിച്ചുവിടാൻ സാർ ഇവരെന്താ ട്രാൻസ്പോർട്ടിന്റെ മന്ത്രിയോ? ഇവര് മന്ത്രിയൊന്നുമല്ല, ശരിയാ. പക്ഷെ ഇവരൊരു സ്ത്രീയാ. വേണ്ടി വന്നാ തന്റെ ജോലി വരെ കളയാൻ പറ്റും. അത് ഓർമ്മ വേണം. സാർ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് സാർ പറ. എന്തായാലും ചോറ്റാനിക്കരയ്ക്ക് 1 മണിക്കൂറിനുള്ളിൽ ബസ്സില്ല. താൻ ഒരു കാര്യം ചെയ്യും, ഒരു ടാക്സി പിടിച്ച് ഈ കൊച്ചിന് എവിടെയാച്ചാ പോകേണ്ടത് അവിടെ കൊണ്ടാക്കുക. അത് കഴിഞ്ഞ് കോട്ടയം ഡിപ്പോയിൽ ചെല്ലുമ്പം തനിക്കുള്ളത് എന്താന്ന് വെച്ചാ ഞാൻ റെഡിയാക്കി അയച്ചേക്കാം. ശരി സാർ. ഈ ജീവൻ നിലനിർത്തുന്ന സാധനം മറക്കല്ലേ. വേഗം വയ്ക്കും. അല്ല, കുട്ടിയുടെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ ഞാൻ വിളിച്ചോളാം. ഇവിടുത്തെ നമ്പർ എന്തെങ്കിലും ഉണ്ട്. ആയിക്കോട്ടെ. പോണ വഴിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തോളൂ. പിന്നെ അവിടെ നിർത്തില്ല ഇവിടെ നിർത്തില്ല എന്ന് പറയാൻ നിൽക്കട്ടെ. എനിക്ക് ഈ റൂട്ടൊന്നും അറിയില്ല. അല്ലെങ്കിലും തനിക്കേതോ റൂട്ട് അറിയാവുന്ന. എന്താ ചിരിക്കണ? ചേട്ടാ അവിടെയാണെന്ന് തോന്നുന്നു. അവിടെ ലെഫ്റ്റില് കാണുന്ന വലിയ വീട്. എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി എറണാകുളം വരെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതിന്റെ പകുതി ദൂരമല്ലോ തനിക്ക് ഇവിടെ വരാൻ. അതെ, പകുതി ദൂരേ ഉള്ളൂ. പക്ഷെ തന്നെ പോലുള്ളവരെ കുറച്ച് അനുഭവിക്കുന്നത് നല്ലതാ. ഇതിൽ എന്താ അനുഭവിക്കാനാണ്? ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. എന്തായാലും നല്ലൊരു സ്ത്രീയാ. അത് കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മരുന്നുകൊണ്ട് കൊടുത്തല്ലോ അല്ലേ? പിന്നെ അപ്പച്ചാ ഇനി എപ്പോ വീട്ടിലെത്താ? മരുന്ന് ബില്ല്. നിനക്ക് ഞാൻ പൈസ എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. ഇത് കുറവാണല്ലോ. ബില്ലിൽ അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഡെലിവറി ചാർജോ? ഓ അതത്ര 500 രൂപ. അത് കൂടുതലാണല്ലോ മോളെ. ബെസ്റ്റ്. ഇതാണ് നിങ്ങളെപ്പോലുള്ളവരെ കുഴപ്പം. ഈ നാട്ടിലൊന്നും കിട്ടാത്ത മരുന്നൊപ്പിച്ച് ഈ പാതിരാത്രിക്ക് ഇവിടെ കൊണ്ടുവരുമ്പോ അതിനും കണക്ക് പറയുന്നു. ബില്ലിൽ അത്രയും കാശ് കണ്ടുകൊണ്ട് പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ. എനിക്കെന്നെ കാശ് കിട്ടണം അപ്പച്ചാ. കണക്കൊന്നും പറയണ്ട മോളെ. 500 രൂപയും കൂടി ഉണ്ട്. പോരെ? ശരി. പിടിച്ചോറിയായിരുന്നല്ലേ? പിടിച്ചോറിയോ? ഈ സാധാരണക്കാരനൊക്കെ പൈസ തട്ടിപ്പറിക്കുന്നത് പിന്നെ പിടിച്ചോറി നല്ലത്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സോഷ്യൽ വർക്കർ എന്നാ വിചാരിക്കുന്നത്.
അതെ, കാശുണ്ടാക്കാൻ വേണ്ടി വിദേശത്ത് പോയി കിടക്കുന്ന മക്കളും കൊച്ചുമക്കളും ഉള്ള അപ്പച്ചനമ്മമാർക്ക് സമയാസമയത്തിന് മരുന്നെത്തിച്ചു കൊടുക്കുന്നതേ സോഷ്യൽ സർവീസ് തന്നെയാ. പിന്നെ കാശില്ലാത്തവരൊന്നുമല്ലല്ലോ. ചെയ്ത ജോലിക്ക് കാശ് എണ്ണി മേടിക്കുന്നത് പിടിച്ചോറിയാണെങ്കിലേ ഞാനതങ്ങ് സഹിച്ചു. താൻ എന്താന്ന് വെച്ചാ വിചാരിച്ചു, എനിക്കൊരു ചുക്കു. ശരി ശരി, മേഡം കയറി. അടുത്ത ബസ് സ്റ്റോപ്പിലാക്കി തരാം. ബസ് സ്റ്റോപ്പിലാ? അതെ, താൻ ഒറ്റൊരാള് കാരണമാണ് ഇത്രയും വൈകിയത്. എന്നിട്ട് എന്നെ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകാനോ? മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ എത്തിച്ചിട്ട് പോയാ മതി. ഹലോ, ഈ മെഡിസിൻ എത്തിക്കുന്ന കാര്യം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഞാനെന്നാ സോമൻ സാറിനൊന്ന് വിളിക്കട്ടെ, എന്റെ നമ്പറുണ്ട്. എവിടെ മേഡത്തിന്റെ വീട്? ഒളശ. എവിടെ? ഒളശ. ഒളശ. എടോ, എവിടെന്ന് ചായ കൊടുക്ക്. എന്നെ അടുത്ത ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കിക്കോ. ചേച്ചി, ചേച്ചി, അതാ പറഞ്ഞ മരുന്നൊക്കെ ഉണ്ട്. മഞ്ജുവിനെ പെണ്ണ് കാണാൻ വന്നിരിക്കുക. ആണോ? എന്നിട്ട് ഇഷ്ടായോ? ഇഷ്ടായെന്നാ തോന്നുന്നത്. ആള് KSRTC-യിലാ. അതെയോ? സാവിത്രി, നടക്കട്ടെ. ശരി. അപ്പൊ ശരി, അറിയിക്കാം. ആ ശരി ശരി. ശരി എന്നാ. മാമാ, എണീക്ക് സജി മാമാ. എണീക്ക്, അച്ഛൻ എണീക്ക്. എഴുന്നേക്കണല്ലേ? എണീക്ക്. അമ്മടുത്തൊന്നും ചായ എടുക്കാൻ പറ. എണീറ്റ് വാ മടിയാ. പോയോളന്ന്. സ്റ്റേഷൻ മാസ്റ്റർ. സജീവ, നിനക്കൊരു മെമ്മോ വന്നിട്ടുണ്ടല്ലോ. എന്താ കാര്യം? നീ ഇന്ന് തന്നെ വന്ന് കാണണോ എന്നെ? ദാസേട്ടൻ ജോലിക്ക് ഇറങ്ങാ. ഏട്ടനെ അന്വേഷിക്കുന്നുണ്ട്. എന്റെ ഉഷ ഒന്ന് അനങ്ങി നിൽക്കി. ഇന്ന് തീർക്കണ്ടേ? സജീവനൊന്നും പോയില്ലേ? അവൻ പൊക്കോളൂ. നിങ്ങൾ ഈ പണിയും തീർത്തിട്ട് പോകാൻ നോക്കും. ഓ, ദാസേട്ടനെ വിളിച്ചിരുന്നു. ആ, രാവിലെ ആ ബ്രോക്കർ വിളിച്ചായിരുന്നു. നടക്കിയാലെന്നാ പറയുന്നത്. ഇത് നടക്കാതിരിക്കാൻ വേണ്ടി കുറ്റവും കുറവും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെങ്ങളുടെ വീട്ടിലെ താമസം ആദ്യം പറഞ്ഞിട്ടല്ലേ പെണ്ണ് കാണാനൊക്കെ പോയത്. അവരോട് പോകാൻ പറ. ഈ പെണ്ണ് മാത്രമല്ലോ, ലോകത്ത് എന്തോരം പെണ്ണുങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഇതിനൊക്കെ ഒരു സമയമുണ്ടെന്നേ. അതതിന്റെ സമയമാകുമ്പോൾ നടന്നോളൂ. ഇത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ തോന്നിയായിരുന്നു നടക്കൂലെന്ന്. എന്താ? ഒന്നുമില്ല, എന്തായാലും കൊള്ളാം. ഇന്ന് 2 മണിയാ കിട്ടിയത്. എന്ത് പണി പറയാം. എടോ, ഒരു ബസ്സിൽ പല സ്വഭാവക്കാരായ ആൾക്കാരുണ്ടാവും. നമുക്ക് കൺട്രോൾ വേണം സജീവ. നമ്മൾ അവരുടെ സേവകരാണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കല്ലേ. തൽക്കാലം ആ മെമ്മോയ്ക്ക് ഒരു എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കും. പിന്നെ ആ എറണാകുളം സ്റ്റാൻഡിലെ സോമൻ സാറ്, അയാൾ പണ്ടേ ഒരു മുരുക്ക. താനല്ലാതെ വേറെ ആരെങ്കിലും അയാളുടെ വായി പോയി ചാടുക. സാർ, ഞാൻ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. എന്നതായാലും ഇനി ആ റൂട്ട് വേണ്ട. തന്നെ ഞാനൊരു പുതിയ റൂട്ടിലേക്ക് ഇടാം. ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും പോയി ചാടിയേക്കരുത്. ഇല്ല സാർ. താങ്ക് യു. ഓക്കെ.